ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് 31 ജനുവരി 31. നെക്സ്റ്റ് മന്ത് നാളെ തുടങ്ങും. എല്ലാ സ്ഥലങ്ങളിലും അമ്പലത്തിലെല്ലാം ഉത്സവം ആരംഭിച്ചു കഴിഞ്ഞു. ഉത്സവം ഇവിടെ അടുത്ത് ഞങ്ങൾക്കുണ്ട്. നമ്മുടെ മാടൻകാവ് ക്ഷേത്രം, അവിടെ ഉത്സവമാണ്. പിന്നെ കുറച്ച് ദൂരെ വേറൊരു ക്ഷേത്രമുണ്ട്, അവിടെ നാളെ മറ്റന്നാൾ ഉത്സവമാണ്. ഉത്സവങ്ങളുടെ മേളം. ഉത്സവം കാണാൻ പോകാൻ പറ്റിയില്ല, ഭയങ്കര ക്ഷീണം. വേണ്ട, കണ്ണൊക്കെ ഇങ്ങനെ കുഴിഞ്ഞിരിക്കുന്നുണ്ടോ. ഉത്സവം കാണാൻ പോകാൻ പറ്റിയില്ല. എപ്പോഴും ടയേർഡാണ്, നമ്മളെപ്പോഴും അങ്ങ് ഉറക്കം വരും, എപ്പോഴും ഉറങ്ങി ഉറങ്ങി തൂങ്ങിയിരിക്കും. പിന്നെ അടുക്കളയിൽ നിന്ന് ചോറും കറിയൊക്കെ വെക്കും. ഇപ്പോൾ ഫ്രണ്ട്സുമായിട്ടൊന്നും മിണ്ടാൻ പറ്റുന്നില്ല. ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് മാത്രം ഇച്ചിരി സംസാരിക്കും, അല്ലാതെ പിന്നെ കൂട്ടൊന്നുമില്ല. ആരുമായിട്ടും കൂട്ടുകൂടാനൊന്നും സമയം പറ്റുന്നില്ല. കണ്ടോ, ഇപ്പം തന്നെ ഞാൻ അടുക്കളയ്ക്കകത്ത് വന്നിരുന്ന് വീഡിയോ എടുത്തതാ. അടുക്കളയിലൊരു കസേരയൊക്കെ ഇട്ടിരിക്കുക. കൂടുതൽ നേരം നിൽക്കാനൊന്നും പറ്റുന്നില്ല, ഇരിക്കാൻ പറ്റുന്നില്ല. എന്താ പറയുക. പിന്നെ നമ്മൾ എന്താ ചെയ്യുക. കൂടുതൽ നേരം കിടക്കാനും പറ്റത്തില്ല. കിടന്നു കഴിഞ്ഞാൽ ഫാറ്റെല്ലാം കൂടെ അടിഞ്ഞു കൂടും. പിന്നെ ഒരൊറ്റ ആയുധമേ ഉള്ളൂ, നടത്തം, വാക്കിംഗ്. അത് നടക്കുന്നേ ഇല്ല ഇപ്പം, നടക്കാനേ പറ്റുന്നില്ല ഇപ്പം. പിന്നീട് എല്ലാവർക്കും സുഖമാണല്ലോ. പിന്നീട് ഒരു പുറത്തോട്ടൊരു അത്യാവശ്യത്തിന് പോയപ്പോൾ ഒരു ക്രൗൺ ബേക്കറി പോയിട്ട് അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തതാ. ഒരു റാഗിയുടെ അച്ചപ്പം ഞാൻ കഴിച്ചിട്ടില്ല, അത് മാത്രമേ മേടിച്ചുള്ളൂ. വേറെ പർച്ചേസൊന്നും നടത്തിയില്ല. എൻ്റെ കൂട്ടുകാരുടെ എല്ലാം വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്, നല്ല നല്ല വീഡിയോസ്. എനിക്കും അതുപോലെയൊക്കെ വീഡിയോ എടുക്കണമെന്നുണ്ട്, ട്രാവൽ ബ്ലോഗ് അങ്ങനെയൊക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷേ എൻ്റെ സാഹചര്യം എനിക്കതിനെ അനുവദിക്കുന്നില്ല. പിന്നെ ഉത്സവം കാണാൻ പോകണമെന്നുണ്ട്. പകൽ പോകാൻ പറ്റുമെങ്കിലൊന്ന് പോകണം, കാണണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഉച്ചയാകുമ്പോഴത്തേക്ക് തളർന്നങ്ങ് വീഴും. പിന്നെ എങ്ങനെയാണ് പോകുന്നത്. സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ ഇതിലേ കൂടെ അങ്ങനെ പോവാൻ അപരിചിതരായ ആളുകളൊക്കെ ആയതുകൊണ്ട് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വേറൊന്നുമല്ല, എങ്കിലും അറിയാൻ വയ്യാത്തൊരു സ്ഥലം, അതുകൊണ്ട് പോകാൻ പറ്റുന്നില്ല. പിന്നെ എന്താണ്, നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് ഉത്സവം കാണുമല്ലോ. ഉത്സവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണുന്നത്. ബലൂണും പിന്നെ നമ്മുടെ തെയ്യവും കാവടിയും നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ പൈതൃകങ്ങളും എല്ലാം എനിക്കിഷ്ടമാണ്. എല്ലാം കാണണമെന്നുണ്ട്, കാണാൻ പറ്റുമായിരിക്കും. ആരോഗ്യമില്ല, എല്ലാവരുടെയും ആരോഗ്യം ഞാൻ പതിവ് പോലെ പറയുന്നു. 1000 ആരോഗ്യ സൗഖ്യം നേരുന്നു. ആരോഗ്യം ഏറ്റവും വലിയ സമ്പത്താണ്. നമ്മുടെ സമ്പത്തിനെ ചോർച്ച ചെയ്യുന്ന ഒരു സംഭവമാണ് അനാരോഗ്യം. ആരും കാണത്തില്ല നോക്കാൻ. ഇപ്പോഴുള്ള വല്ല കൂട്ടുകാരെങ്ങാനും കാണുമായിരിക്കും, അല്ലാതെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും കാണുമെന്നൊന്നും. പിന്നീട് നേഴ്സന്മാരും ഡോക്ടേഴ്സും ഒക്കെ കാണും, അതൊരു സമാധാനമാണ്. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ നമ്മളിതുവരെ കണ്ടിട്ടില്ലാത്ത ഡോക്ടേഴ്സും നഴ്സസും ഒക്കെ ആയിരിക്കും നമുക്ക് ചുറ്റും നിൽക്കുന്നത്, നമ്മളെ ആപത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട്. അത് കാരണം എനിക്ക് ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെ അടുത്ത് ഒരു ബിഗ് സല്യൂട്ട്. ആരെന്ന് പോലും അറിയാതെ അവർ നമുക്ക് വേണ്ടി പരിചരിക്കുകയും നമ്മളെ വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു. ബിഗ് സല്യൂട്ട്. അവരെ എത്ര നമ്മൾ മരിക്കുന്ന സമയത്തും ചിലപ്പം അവരെ നമ്മളടുത്ത് കാണും. ഒരു തുള്ളി വെള്ളം വായിലെത്തിച്ചേരാൻ നേഴ്സസേ കാണൂ. അവരെ എത്ര അഭിനന്ദിച്ചാലും അവരെ പ്രകീർത്തിച്ചാലും അവർ ദൈവത്തിനോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്, മനസ്സുള്ളവരാണ്, നല്ല നേഴ്സസ്. അപ്പോൾ എല്ലാവർക്കും 1000 ആരോഗ്യ സൗഖ്യം നേരുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ഗുഡ് നൈറ്റ്. രാത്രിയായി.